പെരുമ്പാവൂരിലേക്കാണ്. അവിടെ വലിയ ലഹരി വേട്ട. ഗോഡൌണുകളിൽ സൂക്ഷിച്ചിരുന്ന 1500 കിലോയോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് എക്സൈസ് പിടികൂടിയത്. മലയാളി ഉൾപ്പെടെ 4 പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. 1500 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയിട്ടുള്ളത്. അതിന് ഏകദേശം 20 ലക്ഷത്തോളം രൂപ മതിപ്പ് വില ഉണ്ടാകുമെന്നാണ് എസ്റ്റിമേറ്റ് നമ്മൾ ഇതുവരെ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഈ പുകയില ഉൽപ്പന്നങ്ങൾ ബാംഗ്ലൂരിൽ നിന്നും ട്രെയിൻ വഴി ആലുവയിലെത്തി മലയാളികളായ ചില ഓട്ടോ ഡ്രൈവർമാരുടെ സഹായത്താലാണ് ഈ ഗോഡൗണുകളിൽ നമ്മൾ നിന്ന് പിടിച്ചത്. സൗത്ത് വല്ലത്തു നിന്നും പാറപ്പുറം എന്നീ ഭാഗങ്ങളിലുള്ള 2 ഗോഡൗണുകളിൽ നിന്നാണ് നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റി പിടികൂടിയത്. ഒരേ സമയമായിരുന്നു ഇത് പിടികൂടിയത്. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്യാം, 1500 കിലോ എന്നൊക്കെ പറയുമ്പോൾ ഇത് സൂക്ഷിക്കുക എവിടെയാണ്? ഇത് ആരുടെ ഗോഡൌൺ ആണ്? ആരൊക്കെയാണ് പിടിയിലായിട്ടുള്ളത്? അതായത് ഈ പെരുമ്പാവൂരെ ഒരു മലയാളിയുടെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഈ ബാംഗ്ലൂരിൽ നിന്ന് ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എത്തിച്ചിരിക്കുന്നത്. പെരുമ്പാവൂർ സ്വദേശി സുബൈർ, ഈ സുബൈറും അതോടൊപ്പം തന്നെ ആസാം സ്വദേശികളായ മറ്റ് 3 പേർ, ഇവർ 4 പേരും ചേർന്നാണ് ഇത്തരത്തിൽ ഈ പെരുമ്പാവൂർ മേഖലകളിൽ ഇത്തരത്തിൽ പുകയില ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നത്. നാളെ സ്കൂൾ തുറക്കാനിരിക്കുന്നതേയുള്ളൂ. ഈ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ടാണ് പെരുമ്പാവൂരിലെ എക്സൈസ് സംഘം വിവിധ ഇടങ്ങളിൽ പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് പെരുമ്പാവൂർ, വെസ്റ്റ് വല്ലം, പാറപ്പുറം എന്നിവിടങ്ങളിലെ 2 ഗോഡൌണുകളിൽ നിന്നായി ചാക്ക് കണക്കിന് ലഹരി വസ്തുക്കൾ പിടികൂടുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഈ ബംഗളൂരുവിൽ നിന്ന് കൊണ്ടുവന്ന് ട്രെയിൻ മാർഗം കൊണ്ടുവരുന്ന ലഹരി അത് മലയാളികളായിട്ടുള്ള ഓട്ടോ ഡ്രൈവർമാരാണ് ഇത്തരം ഗോഡൗണുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അങ്ങനെയാണ് ഈ ലഹരി ഇവർ ഗോഡൗണുകളിൽ സൂക്ഷിക്കുന്നത്. ഈ സൂക്ഷിച്ച ലഹരി ഇവിടെ നിന്നും ചെറു പാക്കറ്റുകളാക്കി വിവിധ ഇടങ്ങളിലേക്ക് വിതരണം ചെയ്യുകയാണ്. കൂടുതലായിട്ടും ഇതര സംസ്ഥാന തൊഴിലാളികളിലേക്കും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളിൽ ഉൾപ്പെടെ ഇത്തരം ലഹരികൾ എത്തുന്നുണ്ട് എന്നതാണ് ഈ എക്സൈസിന് ലഭിക്കുന്ന വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിശദമായ ഒരു പരിശോധനയിലേക്ക് കടന്നത്. എന്തായാലും നിലവിൽ 4 പേരെ, ഈ മലയാളി അടക്കമുള്ള സുബൈർ ഉൾപ്പെടെയുള്ള 4 പേരെ എക്സൈസ് പിടികൂടിയിട്ടുണ്ട്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്ത് എവിടെ നിന്ന് ലഹരി എത്തിച്ചു എന്നത് അറിയാം. ഈ ബംഗളൂരിൽ ആരാണ് ഇവരുടെ ഏജന്റ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നുള്ള അത്തരം കാര്യങ്ങളിലേക്ക് എക്സൈസ് കടന്നിരിക്കുകയാണ്. ശരി.